ഈ ഒരു പോർഷനും ഈ എൻ്റയർ പോർഷനും ഡിഫറൻസ് വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇതൊരു സി ഷേപ്പ് പോലെയാണ് വന്നിരിക്കുന്നത്. C7 എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വായിക്കാം. 100 PS പവറും അതുപോലെ തന്നെ അതിൻ്റെ ടോർക്ക് വന്നിരിക്കുന്നത് 147 Nm ടോർക്ക് ആണ്. സ്റ്റിയറിംഗ് ആയാലും നല്ല കംഫർട്ടബിൾ ആണ്. 1 ലിറ്ററിൻ്റെ ടർബോ എഞ്ചിൻ അവൈലബിൾ ആയിട്ടുള്ള 2 വേരിയൻസ് ആണ്, G വേരിയൻറ്റും V വേരിയൻറ്റും. 308 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് പറയുന്നത്. ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 22 km/L ആണ്. ഈ ഒരു ടൈസർ 0 to 100 എത്താൻ വെറും 11.86 സെക്കൻഡ്സ് മതി. നൗ മൈ ക്വസ്റ്റ്യൻ ഈസ് 6 എയർ ബാഗ് അവൈലബിൾ ആണ്, ടിൽറ്റും ടെലിസ്കോപ്പിക്കും അഡ്ജസ്റ്റബിൾ ആണ്. അതൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. റിവേഴ്സ് ക്യാമറ ആയാലും അതിൻ്റെ ഒരു വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ. റിയറിൽ ആംറസ്റ്റ് മിസ്സിംഗ് ആണ്. എല്ലാ വേരിയൻസിലും നമുക്ക് ഷാർഫിൻ ആൻറ്റിനിയും അതുപോലെ തന്നെ റൂഫ് റൈൽസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ്റെ കാര്യങ്ങളായാലും ഡീസൻ്റ് തന്നെയാണ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാരുതി സുസുക്കിയും അതുപോലെ തന്നെ ടൊയോട്ട ഇന്ത്യയും തമ്മിലുള്ള കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. റീബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു 3-4 വെഹിക്കിൾസ് ഓൾറെഡി വിപണിയിലുണ്ട്. 5ാമത്തെ വെഹിക്കിളായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. മാരുതി സുസുക്കിയുടെ ഫ്രോൺസിന് ബദലായിട്ടാണ് ടൊയോട്ട ഇറക്കിയിരിക്കുകയാണ് ടൈസർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും ടൈസറിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ലെറ്റ്സ് റോൾ. മെയിനായിട്ട് ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് എസ്പെഷ്യലി അതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഫ്രണ്ട് പ്രൊഫൈലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിവിടെ കാണാം ടൊയോട്ടൻ്റെ സെൻട്രലായിട്ടാണ് ടൊയോട്ടൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഒരു ക്രോം ഫിനിഷോട് കൂടിയാണ് ഇവിടെ കണക്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് ടൊയോട്ടൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ ലുക്ക് വൈസ് തന്നെ അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ നോക്കുകയാണെങ്കിൽ സിമിലർ തന്നെയാണ്. ഈ ഒരു 3 സ്ലാക്ക് തന്നെയായിരുന്നു നമ്മൾ ഫ്രോൺസിലും കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ DRLും അതുപോലെ തന്നെ ഈ ഒരു യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സും DRLും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു 2 ലൈൻസ് പോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഫ്രോൺസ് കണ്ടിട്ടായിരുന്നു 3 സ്ലാക്ക് ആയിരുന്നു ഉണ്ടായിരുന്ന DRL കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പോർഷനും ഈ എൻ്റയർ പോർഷനും നല്ല ഡിഫറൻസ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ലുക്ക് വൈസ് അത്യാവശ്യം നല്ലൊരു ഡിസൈൻ കൂടിയാണ് ഈ ഒരു ടൈസറിലേക്ക് വരുമ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണാം 360 ഡിഗ്രി ക്യാമറേൻ്റെ ഒരു ക്യാമറ യൂണിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം എയർ ഡാമിൻ്റെ യൂണിറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നല്ലൊരു സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. പക്ഷേ മെയിനായിട്ട് ഈ ഒരു ഏരിയയിലാണ് മെയിനായിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു വീലിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഈ ഒരു ഡിസൈൻ അലോയ് വീൽസിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ 16 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊഫൈൽ വന്നിരിക്കുന്നത് 190/60 ആണ്. എല്ലാ വേരിയൻസിലും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ 16 ഇഞ്ച് ടയേഴ്സ് ഈ ടൈസറിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ആ ഒരു ഡിസൈൻ വൈസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. സെൻട്രലായിട്ട് തന്നെ ടൊയോട്ടൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള സൈഡിലൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഈ ഒരു ORVയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ബോഡി കളേർഡ് തന്നെയാണ്. 360 ക്യാമറ യൂണിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ A പില്ലർ തൊട്ട് C പില്ലർ വരെയുള്ള പോർഷൻസ് കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ റിയറിലേക്ക് വരാം. റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാം ഇതിൻ്റെ ടെയിൽ ലൈറ്റ്. ഈ ടെയിൽ ലൈറ്റ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. എവിടെയാണെന്ന് വെച്ചാൽ ഈ ഒരു പോർഷനിലാണ്. കാരണം നമ്മൾ ഫ്രോൺസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പോർഷൻ തന്നെയായിരുന്നു ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നത്. അതൊരു കണക്റ്റിംഗ് ടെയിൽ ലൈറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയും പോർഷൻസ് സിമിലർ തന്നെയാണ്. ഡിഫറൻസ് വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇതൊരു സി ഷേപ്പ് പോലെയാണ് വന്നിരിക്കുന്നത്. C7 എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വായിക്കാം. C7 ക്രിസ്ത്യാനോ 7 നമുക്ക് വേണമെങ്കിൽ വായിക്കാം. എനിക്ക് തോന്നിയതായിരിക്കാം. എന്തായാലും അതിൻ്റെ ലുക്ക് വൈസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാച്ച് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു കോമ്പിനേഷൻ ഈ ഒരു C7 പോലത്തെ ഒരു കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ നല്ല ഡിസൈൻ വൈസ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് റിയറിലേക്ക് വരുമ്പോഴും. അപ്പോൾ ഇതിൻ്റെ ലുക്ക് വൈസ് കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. സോ അതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു മെയിൻ ഡിഫറൻസ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഷാർഫിൻ ആൻറ്റിൻ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ റൂഫ് റെയിൽസ് അവൈലബിൾ ആണ്. എല്ലാ വേരിയൻസിലും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഈ ഒരു ഷാർഫിൻ ആൻറ്റിനും അതുപോലെ തന്നെ റൂഫ് റെയിൽസും അവൈലബിൾ ആണെന്നുള്ളത് നല്ലൊരു ഫീച്ചറും കൂടിയാണ്. കാരണം പല വണ്ടികളും നമുക്കറിയാം ബേസ് വേരിയൻറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ നോർമൽ ആൻറ്റിനാസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എല്ലാ വേരിയൻസിലും ടൈസറിലേക്ക് വരുമ്പോൾ എല്ലാ വേരിയൻസിലും നമുക്ക് ഷാർഫിൻ ആൻറ്റിനും അതുപോലെ തന്നെ റൂഫ് റെയിൽസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പോയിലർ അവൈലബിൾ ആണ്, സ്റ്റോപ്പ് ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ വാഷിംഗ് യൂണിറ്റ് അവൈലബിൾ ആണ്. ഇവിടെ വാഷിംഗ് യൂണിറ്റ് വന്നിട്ടുണ്ട്. വൈപ്പേഴ്സ്, ഡിഫോഗസ് അതൊക്കെ സ്റ്റാൻഡേർഡ് തന്നെയാണ്. ടൊയോട്ടൻ്റെ ബാഡ്ജിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാം അർബൻ ക്രൂയിസർ
ടൈസർ. അർബൻ ക്രൂയിസർ ടൈസർ എന്നാണ് ഈ ഒരു വണ്ടിയെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. നിയോ ഡ്രൈവ് എന്ന് പറയുന്ന ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ തന്നെ വേരിയൻ്റ് ഏതാണ്, ടോപ്പ് എൻഡ് വെഹിക്കിളാണ്, വേരിയൻറ്റ് വി ആണ്, ടോപ്പ് എൻഡ് ആയിട്ടുള്ള മോഡലാണ് വി വേരിയൻറ്റ്. അപ്പോൾ വി വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ റിഫ്ലക്റ്റേഴ്സ്, സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ റിയറിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ബമ്പർ കാര്യങ്ങളൊക്കെയാണ് റിയറിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. 308 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് പറയുന്നത്. ടൈസറിൻ്റെ ബൂട്ട് സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു പാർസൽ ട്രേ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം 60-40 സ്പ്ലിറ്റിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 308 എന്നുള്ളത് അതിൽ കൂടുതൽ സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 60-40 സ്പ്ലിറ്റിംഗ് അവൈലബിൾ ആണ്. നമുക്കിവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടൂൾ കിറ്റ് കാര്യങ്ങളൊക്കെ സൈഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു മാറ്റ്, ഇവിടെ ഒരു മാറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അടിയിൽ തന്നെ നമുക്ക് സ്പെയർ വീൽസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സ്പെയർ വീൽസ് വന്നിരിക്കുന്നതും 16 ഇഞ്ച് തന്നെയാണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ അതിൻ്റെ സ്പെയർ വീൽ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വേരിയൻസ് വരികയാണെങ്കിൽ മെയിനായിട്ട് 5 വേരിയൻസ് അവൈലബിൾ ആണ് ഈ ഒരു ടൈസറിൽ. ബേസ് വേരിയൻ്റായ ഇ വേരിയൻറ്റ്, സെക്കൻഡ് വേരിയൻ്റായ എസ് വേരിയൻറ്റ്, അത് കഴിഞ്ഞിട്ട് എസ് പ്ലസ് വേരിയൻറ്റ്, പിന്നെ ജി വേരിയൻറ്റ് ആൻഡ് ടോപ്പ് ആൻഡ് വെഹിക്കിളായ വി വേരിയൻറ്റ്. അങ്ങനെ 5 വേരിയൻറ്റ്സ് ഈ ഒരു ടൈസറിൽ അവൈലബിൾ ആണ്. നോട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേസ് വേരിയൻ്റ് ഈ വേരിയൻറ്റിൽ നമുക്ക് കിട്ടാവുന്നത് മാനുവൽ ട്രാൻസ്മിഷനോ അതല്ലെങ്കിൽ CNG മാത്രമായിരിക്കും. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ അല്ല ബേസ് വേരിയൻറ്റിൽ. ഇനി ജി വേരിയൻറ്റും വി വേരിയൻറ്റും ടോപ്പ് എൻഡ് ആയിട്ടുള്ള 2 വേരിയൻസിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ടർബോ എഞ്ചിൻ. 1 ലിറ്ററിൻ്റെ ടർബോ എഞ്ചിൻ അവൈലബിൾ ആയിട്ടുള്ള 2 വേരിയൻസ് ആണ്, ജി വേരിയൻറ്റും വി വേരിയൻറ്റും. അതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആണ് കിട്ടുന്നതാണ് ഈ ഒരു ടോർക്ക് കൺവേർട്ടേഴ്സ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അതും 6 സ്പീഡ് ആയിരിക്കും. ബാക്കി എല്ലാ കാറ്റഗറിയിലും 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ 5 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിരിക്കും അവൈലബിൾ ആയിരിക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് കളേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല കളർ പാറ്റേൺസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ്. 5 കളേഴ്സ് ഈ ഒരു ടൈസറിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് ഡ്യുവൽ ടോണിലേക്ക് വരുമ്പോൾ 3 കളേഴ്സും അവൈലബിൾ ആയിരിക്കും. ഈ ഒരു ടൈസറിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 6 എയർ ബാഗ് അവൈലബിൾ ആണ്, ഹിൽ ഹോൾഡ് അസിസ്റ്റൻസ്, ABD, അങ്ങനത്തെ എല്ലാ സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ്, സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ തന്നെയാണ്. ടൈസറിൻ്റെ മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് 4.9 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 190 മില്ലിമീറ്റേഴ്സ് ആണ്. ഇനി ടൈസറിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1.2 ലിറ്റർ ആണെങ്കിൽ അതിൻ്റെ പവർ വന്നിരിക്കുന്നത് 89 PS പവറും ടോർക്ക് വന്നിരിക്കുന്നത് 130 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ആണ്. ഇനി 1 ലിറ്ററിലേക്ക് വരികയാണെങ്കിൽ 100 PS പവറും അതുപോലെ തന്നെ അതിൻ്റെ ടോർക്ക് വന്നിരിക്കുന്നത് 147 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ആണ്. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ സിമിലർ തന്നെയാണ്. ഡിഫറൻസ് ഒന്നുമല്ല. ഈ ഒരു ബർഗണ്ടി പോലത്തെ അല്ലെങ്കിൽ ഈ ഒരു കളർ പാറ്റേൺ കാര്യങ്ങൾ, ബ്ലാക്കിൻ്റെ കൂടെ ഒരു കളർ പാറ്റേണും കാര്യങ്ങളൊക്കെ സിമിലർ തന്നെയാണ്. ഡോർ പാഡിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രോം ഫിനിഷോട് കൂടിയാണ്. ORVMത്തിൻ്റെ കൺട്രോളിങ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസിൻ്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാം വാട്ടർ ബോട്ടിലിൻ്റെ സ്റ്റോറേജ്, അതുപോലെ തന്നെ സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. 6 സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, ഹുഡ്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ യൂണിറ്റ്, 360 ക്യാമറേൻ്റെ യൂണിറ്റ്, ഇതെല്ലാം ഇവിടെ അവൈലബിൾ തന്നെയാണ്. സീറ്റും കാര്യങ്ങളൊക്കെ സിമിലർ പാറ്റേണും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഫാബ്രിക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കംഫോർട്ടും കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് സിറ്റി ഡ്രൈവിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ സീറ്റ് തന്നെയാണ്. കാരണം നമ്മൾ ഫ്രോൺസിൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡ്ജസ്റ്റബിൾ തന്നെയാണ്. ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാനുവലി ആണെന്ന് മാത്രം. നമുക്ക് ഹൈറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സീറ്റ് തന്നെയാണ് ഉണ്ടായത്. ഫാബ്രിക്സ് ആയാലും ഡീസൻറ്റ് തന്നെയാണ്. യാതൊരു വിധ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഈ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. നമ്മൾ ഫ്രോണ്ട് സൈഡ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ കണ്ടിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അതുപോലെ തന്നെ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ തന്നെയാണ്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ 9 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. നമുക്ക് ഫ്യൂവലിൻ്റെ എക്കണോമി കാര്യങ്ങളൊക്കെ അതിൽ തന്നെ അറിയാം. അതുപോലെ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റിൻ്റെ വാർണിങ്സ്, പാർക്കിംഗ് ബ്രേക്ക്, ഡോർ ഓപ്പണിംഗ്, എല്ലാ വാർണിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ അവൈലബിളും ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ താഴത്തെ വേരിയൻസിലേക്ക് വരുമ്പോൾ നമുക്ക് 7 ഇഞ്ച് ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ AC വെൻസ് കാര്യങ്ങളൊക്കെ കാണാം. ഹസാർഡിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേണും കൊള്ളാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ടോഗിൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. താഴേക്ക് വരുമ്പോൾ നമുക്ക് ചാർജിങ് സ്ലോട്ട് വന്നിട്ട് 12 വോൾട്ട്, അതുപോലെ തന്നെ ടൈപ്പ് എൻ്റെ ചാർജിങ് സ്ലോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വയർലെസ് ചാർജിങ് അവൈലബിൾ തന്നെയാണ്. കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്.
ഇതാണ് ഇതിൻ്റെ കീ വന്നിരിക്കുന്നത്, ടൊയോട്ടൻ്റെ കീ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമുക്കത് ഗിയർ നോബാണ്. സെൻട്രൽ ടണലിലേക്ക് വരുമ്പോൾ നമുക്ക് ഗിയർ നോബ് കാര്യങ്ങളൊക്കെ. ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. ഞാൻ പറഞ്ഞത് നേരത്തെ ടോപ്പ് എൻഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. അത് തന്നെ ടോർക്ക് കൺവേർട്ടേഴ്സ് ആയിരിക്കും. ഈ ടോർക്ക് കൺവേർട്ടേഴ്സിൻ്റെ ഗിയർ ബോക്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ആം റെസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം മൂവബിൾ തന്നെയാണ്. അഡ്ജസ്റ്റബിൾ ആം റെസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ലൊരു ഫീച്ചറും കൂടിയാണ്. നമുക്ക് നോർമൽ ഡ്രൈവിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബാക്കിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഗിയർ നോബ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഗിയർ നോബ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നല്ലൊരു ഫീച്ചറും കൂടിയാണ്. പിന്നെ അത് തന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ക്ലസ്റ്റർ വന്നിരിക്കുന്നത് ടാക്കോമീറ്റർ ആയാലും സ്പീഡോമീറ്റർ ആയാലും നമുക്ക് അനലോഗിനും അതുപോലെ തന്നെ സെൻട്രലായിട്ട് TFT ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ട്രിപ്പ് കാര്യങ്ങളൊക്കെ അവൈലബിൾ തന്നെയാണ് ഈ ഒരു സ്പീഡോമീറ്ററിൽ. ഒരുപാട് ഇൻഫോർമേഷൻസ് അവൈലബിൾ ആണ്. വണ്ടീൻ്റെ ടോർക്ക്, പവർ കാര്യങ്ങൾ, സീറ്റ് ബെൽറ്റിൻ്റെ അലാറംസ് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിൽ അവൈലബിൾ ആണ്. ഫ്യൂൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ടു എംടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ഒരു ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ പാഡിൽ ഷിഫ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അതാണ് ഈ ഒരു കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് സൈഡിലായിട്ട് തന്നെ നമുക്കിവിടെ വൈപ്പറിൻ്റെ യൂണിറ്റ് കാണാം, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ കാണാം. സ്റ്റിയറിംഗ് വീൽ എടുത്ത് പറയേണ്ടതാണ്. അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് ഒരു ലെതർ റാപ്പോട് കൂടി ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ. അത് തന്നെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പോർട്ടി സ്റ്റിയറിംഗ് വീലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഓഡിയോ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു യൂണിറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട്. സെൻട്രലായിട്ട് നമുക്ക് ടൊയോട്ടൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് അഡ്ജസ്റ്റബിൾ ആണ്. ടിൽട്ടും ടെലിസ്കോപ്പിക്കും അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ടെലിസ്കോപ്പ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, ടിൽട്ട് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതും നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഷെയ്ഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മിറേഴ്സും ലൈറ്റ്സും അവൈലബിൾ ആണ്. ഇവിടെയും മിററും ലൈറ്റും അവൈലബിൾ ആണ്. സെൻട്രലായിട്ട് നമുക്കിവിടെ ലാമ്പ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. IRVM നോക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോ ഡിമിംഗ് ആണ്. ഓട്ടോ ഡിമിംഗ് IRVM കാര്യങ്ങളൊക്കെ അവൈലബിൾ തന്നെയാണ്. നമുക്കിവിടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. നമുക്ക് അതിൽ ഒരുവിധ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ തന്നെ കാണാൻ പറ്റും. അതായത് വിസിബിലിറ്റി കാര്യങ്ങളൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 360 ക്യാമറ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. 360 ക്യാമറേൻ്റെ വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അത്യാവശ്യം ഹൈ റെസൊല്യൂഷൻ ക്വാളിറ്റി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഓക്കെ എന്നുള്ള രീതിയിലേക്കാണ്. റിവേഴ്സ് ക്യാമറ ആയാലും അതിൻ്റെ ഒരു വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഒരു റെസൊല്യൂഷൻ്റെ കാര്യത്തിൽ കുറച്ച് ക്ലാരിറ്റി കുറവാണ്. റിയറിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടില്ല. ഞാൻ ഫ്രണ്ടിലത്തെ സീറ്റ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ഇട്ടിരിക്കുന്നത്. ഒരുപാട് ബാക്കിലേക്കല്ല, ഒരുപാട് ഫ്രണ്ടിലേക്കല്ല. അത് നമുക്കിവിടെ അത്യാവശ്യം ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഹെഡ് സ്പേസ് അത്യാവശ്യം എനിക്കുണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5'10" ആണ്. ഈ ഒരു കൈയിൻ്റെ ഏകദേശം ആ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ എനിക്കിവിടെ അവൈലബിൾ ആണ്. ഇരിക്കാൻ അത്യാവശ്യം ഡീസൻ്റ് തന്നെയാണ്. കാരണം സീറ്റിൻ്റെ കംഫർട്ട് ഈ ഒരു ഫാബ്രിക്സിൻ്റെ കംഫർട്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡീസൻ്റ് തന്നെയാണ്. പിന്നെ സെൻട്രലിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കിവിടെ റിയറിലേക്ക് AC വെൻസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചാർജിങ് സോക്കറ്റ് Type Aയും Type Cയും ചാർജിങ് സോക്കറ്റ് അവൈലബിൾ ആണ്. മൊബൈലിൻ്റെ ഒരു ഹോൾഡ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സീറ്റ് കാര്യങ്ങൾ ഫാബ്രിക്സ് കാര്യങ്ങളൊക്കെ സിമിലർ തന്നെയാണ്. പാറ്റേണും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ തന്നെയാണ്. അത് നല്ലൊരു ഫീച്ചറാണ്. ഇവിടെ ആകെ മിസ്സിംഗ് ആയി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിയറിൽ ആംറസ്റ്റ് മിസ്സിംഗ് ആണ്. കപ്പ് ഹോൾഡർ ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ സൺറൂഫ് നമുക്ക് ടൈസറിൽ അവൈലബിൾ അല്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, ഡീസൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കവറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നമുക്ക് ഈ ഒരു ടൈസറിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരികയാണെങ്കിൽ എക്സ്ഷോറൂം പ്രൈസ് നോക്കുകയാണെങ്കിൽ 7.73 lakhs മുതൽ 13.03 lakhs വരെയാണ് ഈ ഒരു പ്രൈസിങ് വരുന്നത്. എക്സ്ഷോറൂം പ്രൈസ് ആണ്. അതായത് ബേസ് വേരിയന്റ് ടു ടോപ്പ് എൻഡ് വരെയുള്ള പ്രൈസിങ് റേഞ്ച് ആണ്. അപ്പോൾ നമുക്കൊരു ഓൺ റോഡിംഗിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു ടോപ്പ് എൻഡിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 15.5 lakhs അടുത്ത് തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. 7.73 lakhs മുതൽ 13.03 lakhs വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് വന്നിരിക്കുന്നത്. ഡ്രൈവിങ്ങിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ തന്നെയാണ്. ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം നല്ല സ്മൂത്ത് ആൻഡ് ഫിനിഷ് തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ആയാലും നല്ല കംഫർട്ടബിൾ ആണ്. ലൈറ്റ് വെയിറ്റ് തന്നെയാണ് സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് സീറ്റ് ആയാലും ഈ ഒരു ടെക്സ്ചർ വന്നുകൊണ്ട് തന്നെ ഫാബ്രിക്സ് കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടബിൾ ഉണ്ട്. ഹെഡ് റെസ്റ്റ് ആയാലും നല്ല കംഫർട്ടബിൾ തന്നെയാണ്.
സസ്പെൻഷൻ്റെ കാര്യങ്ങളായാലും ഡീസൻ്റ് തന്നെയാണ്, യാതൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വണ്ടീൻ്റെ ടേണിംഗ് റേഡിയസ് വന്നിരിക്കുന്നത് 4.9 മീറ്റർ ആണ് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 21 km/L ആണ് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നത്. അത് 1.2 ലിറ്റർ ആയിക്കോട്ടെ 1 ലിറ്റർ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 1.2 ലിറ്ററിൻ്റെ AMTയിൽ കിട്ടുന്ന ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 22 km/L ആണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഇത് ടോർക്ക് കൺവേർട്ടേഴ്സ് ആണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ടോർക്ക് കൺവേർട്ടർ ആണ്. ഇതിൻ്റെ മൈലേജ് കമ്പനി പറഞ്ഞിരിക്കുന്നത് 20 km/L ആണ്. മെയിനായിട്ട് ടൈസർ വന്നിരിക്കുന്നത് 2 എഞ്ചിനിലാണ്. ഒന്ന് 1.2 ലിറ്ററിൻ്റെ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനും അതിൽ തന്നെ നമുക്ക് പെട്രോൾ കൂടാതെ CNG അവൈലബിൾ ആണ്. പിന്നെ 1 ലിറ്ററിൻ്റെ ഒരു ടർബോ ചാർജ് എഞ്ചിനും കൂടി അവൈലബിൾ ആണ്. രണ്ടും K സീരീസ് എഞ്ചിൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ടോർക്ക് കൺവേർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടേഴ്സ് ആണ്. ബാക്കി എല്ലാത്തിലും നമുക്ക് 5 സ്പീഡ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. അത് മാനുവൽ ആയാലും ഓട്ടോമാറ്റിക് ആയാലും. ഈ ഒരു വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ടോർക്ക് കൺവേർട്ടേഴ്സ് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടൈസറിലേക്ക് വരുമ്പോൾ നമുക്ക് ടൊയോട്ട പ്രൊവൈഡ് ചെയ്യുന്ന വാറണ്ടി എന്ന് പറയുന്നത് 3 ഇയേഴ്സ് സ്റ്റാൻഡേർഡ് വാറണ്ടിയാണ്, അല്ലെങ്കിൽ 1 lakh കിലോമീറ്റേഴ്സ് ആണ്. മറ്റേ വെഹിക്കിളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 വർഷം വാറണ്ടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഈ ടൊയോട്ടയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഇതിൻ്റെ ഡിസൈൻ വൈസും. നമുക്ക് മറ്റേ വെഹിക്കിളും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിസൈൻ വൈസ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 അഡ്വാൻറ്റേജും അതുപോലെ തന്നെ സർവീസ് അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു ടൈസർ 0 to 100 എത്താൻ വെറും 11.86 seconds മതി. ദാറ്റ് ഈസ് ഓൾസോ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. നൗ മൈ ക്വസ്റ്റ്യൻ ഈസ് വിച്ച് വൺ ഈസ് യുവർ ചോയ്സ്? ജസ്റ്റ് കമൻറ്റ് ബിലോ. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളാം. നമുക്ക് ഈ ഒരു വണ്ടി ഇന്നിപ്പോൾ തന്നിരിക്കുന്നത് അമാന ടൊയോട്ടോ മോട്ടോഴ്സ് ആണ്. കാലിക്കറ്റുള്ള വെസ്റ്റിലുള്ള ബ്രാഞ്ചിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വണ്ടി അവൈലബിൾ ആയിട്ട് തന്നിരിക്കുന്നത്. അവിടെ തന്നെ ടെസ്റ്റ് ഡ്രൈവിൻ്റെ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ടോപ്പ് ആൻഡ് വെഹിക്കിൾ അവൈലബിൾ ആണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു ടോപ്പിക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സൈനിങ് ഓഫ്.